ഒരു 4 കിലോ തൂക്കമുള്ള കേരമീനാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കണത്. നമുക്കതിനെ ശരിയാക്കിയെടുക്കാം. ശരിയാക്കിയെടുക്കാന്ന് വെച്ചാൽ നല്ല മുളകിൽ കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു രാത്രിയിലത്തെ വീഡിയോ ആണ്. അപ്പം കൊണ്ടുവന്ന പാടെ തന്നെ ഞാൻ വലിയ കാര്യത്തിന് വെട്ടിത്തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ദേ മേശപ്പുറത്തോട്ട് കിടത്തി. ആദ്യം ഞാൻ കുറച്ച് മൽപ്പിടുത്തമൊക്കെ നടത്തിയെങ്കിലും എന്നെക്കൊണ്ട് നടക്കണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മുക്കറ കുത്തറ കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിനെടുത്ത് ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇതേപോലെ പീസാക്കി തന്നിട്ടുണ്ടേ. ആ ഒരു സമയം കൊണ്ട് ഞാൻ മീൻകറിക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഓട് കാച്ചെടുത്തിട്ടുണ്ട്, ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഈ കറിക്കൊക്കെ നല്ല എരിവ് ആവശ്യമാണല്ലോ. ഈ മീനാണെങ്കിൽ ആ കഴുകിയിട്ടും അതിൻ്റെ ചോര പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ 4-5 കിലോനൊക്കെയുള്ള മീൻ അഥവാ കൊണ്ടുവന്നാൽ തന്നെ ഞാൻ 2-3 ദിവസമൊക്കെ ആയിട്ടാണ് കറി വെക്കണത്. ഇതിപ്പോൾ ആദ്യമാണേ 4 കിലോ മീൻ ഒരുമിച്ച് കറി വെക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ട് ഇതേ പണ്ടപ്പരപ്പം പോലത്തെ ഒരു ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻകറി ആകുമ്പോഴത്തേക്ക് ഇച്ചിരി എരിവും പുളിയും മുന്തി നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവിച്ചിട്ട് കാര്യത്തിലിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കേരക്കറി ആകുമ്പോൾ പറയുകയും വേണ്ട. അങ്ങനെ മീൻകറി അടപ്പത്ത് നിന്ന് ആകുന്ന നേരം കൊണ്ടേ കുറച്ച് കപ്പയുള്ളത് ഞാൻ ദേ വെട്ടി നുറുക്കി അതിനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ കേരക്കറിയും കപ്പയൊക്കെ ആയപ്പോൾ തന്നെ ഉടനെ തന്നെ ഒരു കട്ടനൊക്കെ ഇട്ടിട്ട് വേഗം കഴിക്കാനിരുന്നു കേട്ടോ. കപ്പയാണെങ്കിൽ ആർക്കൊട്ടിട്ടും തികഞ്ഞുമില്ല. എല്ലാവർക്കും എന്താ ചേട്ടനൊക്കെ പിന്നെ ആനവായിൽ അമ്പഴങ്ങ പോലെ ആയിപ്പോയി കേട്ടോ. പിന്നെ ഒരു കൂടി ബ്രെഡ് ഇരുന്ന് വെച്ചാൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അത്ര